അഞ്ചിൽപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പ്ലാവ് ബഡ് ചെയ്യാൻ പോവാണ്, അതായത് എയർലെയറിങ് ചെയ്യാൻ പോകണം. അതിന് തന്നെ നമ്മൾ പ്ലാവിൻ്റെ മണ്ടഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് തുരക്കളയുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ 2 കഷ്ണം നമ്മൾ കായ്ക്കുന്ന പ്ലാവിൻ്റെ ശിഖരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകുളം ഒന്ന് കായ്ക്കുന്ന രണ്ടും നമ്മൾ ഇതിലേക്ക് എയർലെയറിങ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ തണ്ടെല്ലാം നല്ലപോലെ ഒരുക്കി നല്ലപോലെ റെഡിയാക്കാൻ പോവാണ്. നല്ലപോലെ ഈ ചെറിയ ഇലകളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പിടിക്കത്തുള്ളൂ. ഈ എല്ലാ ഇലകളും ചെറുതായിട്ട് പ്ലാവിൻ്റെ നമ്മൾ കൊണ്ടുവന്ന ശിഖരത്തിൻ്റെ എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്ത് കളയുക, ഇലകളെല്ലാം. എന്നാൽ മാത്രമേ ഇത് കയറിപ്പോകത്തുള്ളൂ. വേണ്ടല്ലേ, നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ക്ലിയറാക്കി. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൂർമ്മിച്ച് റെഡിയാക്കുന്നു. നമ്മളിത് ഇതുപോലെ പരത്തി ഷേപ്പ് റെഡിയാക്കാൻ പോവാം. നമ്മളിത് കൂർപ്പിച്ച് നമുക്ക് ഒരു ഇതുകൂടെ ഉണ്ട്. നമ്മൾ 2 എണ്ണം ഒരുമിച്ചാണ് പ്രാവശ്യം ചെയ്യുന്നത്, 2 വെറൈറ്റി. നല്ലപോലെ കൂർപ്പിച്ചതിന് ശേഷം കൂർപ്പിച്ച് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിലിങ്ങനെ ഒരു 2 കട്ടിങ് ഇടുന്നു, നമ്മൾ ഇറക്കാൻ വേണ്ടി. നമ്മളിത് ഇങ്ങനെ നടുവേ ഇത് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ശിഖരങ്ങൾ രണ്ടും ഈ കറ്റാർ വാഴയാണത്. ഇത് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴയിൽ ഇതിൻ്റെ ശകലം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജെല്ലി ആണ് കറ്റാർ വാഴയുടെ ജെല്ല് സ്വല്പം ഇങ്ങനെ പൊട്ടിച്ച് ഇത് പുരട്ടുന്നു. പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നല്ലപോലെ 2 എണ്ണത്തിനും പിടിപ്പിച്ചു. രണ്ടിലും നല്ലപോലെ പിടിപ്പിച്ചതിന് ശേഷം ഇതിൽ നമ്മൾ കുത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇതുപോലൊരു വൈറ്റ് പ്ലാസ്റ്റിക്കിൽ നമ്മൾ റൗണ്ടിൽ ചുറ്റാൻ പോവുകയാണ്. പോസ് ചെയ്ത് ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇത് 2 നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ വലിയ മുറുകി ഈർപ്പം കയറാതെ കെട്ടാൻ പോവുകയാണ്. നല്ലപോലെ വലിച്ചു മുറുകി ടൈറ്റ് ചെയ്ത് ഒരു 45 ദിവസം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇതിലേക്ക് പുറത്തുനിന്നുള്ള വായുവൊന്നും കയറാതെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കിട്ടുന്നു. എന്നിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡോ ഇൻസുലേഷൻ ടേപ്പോ ഇട്ട് നല്ലപോലെ എയർ കയറാത്ത പോലെ ടൈറ്റ് കിട്ടുന്നു. ഇത് നമ്മൾ പ്ലാവാണ് ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എയർലെയറിങ് നമ്മൾ 2 വെറൈറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 45 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല എല്ലാം സെറ്റായി വരും.
ആ ടൈറ്റിൽ വലിച്ചു കെട്ടിയാൽ മാത്രമേ ഇത് നമ്മൾ സെറ്റ് ആകത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ടൈറ്റിൽ വലിച്ചു കെട്ടി റെഡിയാക്കിയ ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇത് 45 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കവറെടുത്ത് ഒരു വൈറ്റ് കവർ എടുത്തതിന് ശേഷം അത് നല്ലപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളം കവർ കഴിഞ്ഞ് ഇതുണ്ട് ഇതിൻ്റെ ഈർപ്പം വെള്ളമയം ഉണ്ട് ഇതിനകം നിറച്ചു. അത് നമ്മൾ ഇതിലേക്ക് കയറ്റിയിരുന്നു. നമ്മൾ രണ്ടെണ്ണത്തിന് സൈഡ് വെട്ടാറുണ്ടായിരുന്നു. അതുകൂടെ വെട്ടിക്കളഞ്ഞ ശേഷം നമ്മളിത് ഇതിലേക്ക് കയറ്റിയിരുന്നു. അത് പുറത്തുനിന്നുള്ള വായുവും ഫംഗസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളിത് ടൈറ്റിൽ കെട്ടുന്നു. ഇത് നമ്മളൊരു 45 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പിടിക്കും. കറ്റാർവാഴ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത്. ഓക്കെ ഡൺ.